മുഖത്തുണ്ടാകുന്ന ഡൾനെസ്സും ടയേർഡ്നെസ്സും ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് മുഖത്തിന് പെട്ടെന്നൊരു തിളക്കം, അതായത് സൺ ടാനൊക്കെ നീക്കം ചെയ്ത് പെട്ടെന്നൊരു തിളക്കം കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെ സ്കിൻ ടൈപ്പിനും ചേരുന്നതായിരിക്കും. അപ്പോൾ ഓരോരുത്തരും എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ രീതിക്ക് ഇത് മാറ്റങ്ങൾ വരുത്തി യൂസ് ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. സോ ഉറപ്പായും കണ്ടു നോക്കുക. ഫെസ്റ്റിവലൊക്കെയാണ് ഇനി വരുന്നത്. തീർച്ചയായും നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ഗ്ലോ കൂട്ടാനും എല്ലാത്തിനും സഹായിക്കും. എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്നാരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് സ്കിൻ ബ്രൈറ്റൻ ആക്കാനുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് ചെയ്യുന്നത്. മുടി ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഫേസ് പാക്ക് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ക്യാമറയിൽ കാണാനായിട്ട് നല്ല രസമായിരിക്കുന്നത് കൊണ്ട് ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. കോഫി പൗഡർ യൂസ് ചെയ്യാനായിട്ട് പറ്റാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഞാനിവിടെ 1 സ്പൂൺ കോഫി പൗഡർ എടുക്കുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ സ്പൂണിലൊക്കെ അളന്നെടുക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പം ഈ ഒരു പാക്കറ്റിൽ നിന്ന് 1 സ്പൂണാണ് എടുക്കുന്നത്. 1 സ്പൂൺ വെച്ച് എടുക്കുകയാണെങ്കിൽ ഈ പാക്കിൽ 2 ചെറിയ സ്പൂൺ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 1.5 സ്പൂണെങ്കിലും ഉണ്ടാവും. ഇതുപോലെ ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാക്കറ്റ് എടുത്താൽ 2 തവണ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പകുതിയോളം എടുത്തു. ഇനി ഈ ഒരു കോഫി പൗഡർ നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് അമേസിങ് ആയിട്ടാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര അടിപൊളി റിസൾട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് സെറ്റ് ആവില്ല എന്ന്. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾ, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് പകരമായിട്ട് ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ എടുത്താൽ മതി. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ തരാനും സൺ ടാൻ റിമൂവ് ചെയ്യാനും ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് നമുക്ക് ആ ഒരു ഡൾനെസ് ഉണ്ടാവുമല്ലോ മുഖത്തൊരു പ്രസരിപ്പില്ലായ്മയൊക്കെ ഉണ്ടാവത്തില്ലേ, അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ പറ്റുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ 1 സ്പൂൺ, ഒരു കുഞ്ഞ് സ്പൂൺ കോഫി പൗഡർ ഉറപ്പായും യൂസ് ആക്കുക. അടുത്തതായിട്ട് ഞാൻ 1 സ്പൂൺ ബേസനാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ്, ഗ്രാം ഫ്ലോർ അങ്ങനെയൊക്കെ പറയും. കടലമാവ് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അടിപൊളി ഗ്ലോ പെട്ടെന്ന് കിട്ടും. അതോടൊപ്പം തന്നെ ഞാനിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം നമ്മൾ 1 സ്പൂൺ വെച്ചാണ് ഇവിടെ വരെ എടുത്തത്. ഇനി 1 സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും എത്ര ക്വാണ്ടിറ്റിയിലാണ് ഓരോന്ന് വേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തപ്പോൾ എനിക്ക് കുറച്ച് പാല് കൂടിപ്പോയി. 1 സ്പൂൺ പാൽ ആദ്യം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1/2 സ്പൂണും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അതായിരിക്കും കണക്ക്. പക്ഷെ ഞാൻ ആദ്യമേ 2 സ്പൂൺ ചേർത്തത് കൊണ്ട് എനിക്ക് കുറച്ചൊന്ന് കൂടിപ്പോയി കേട്ടോ. അപ്പോൾ എല്ലാം ആദ്യം 1 സ്പൂൺ വെച്ച് എടുത്താൽ മതി. നമ്മൾ ചേർത്ത് കൊടുത്ത 3 ഇൻഗ്രീഡിയൻസും കോഫി പൗഡർ, അതുപോലെ തന്നെ ബേസൻ, കടലപ്പൊടി, അതുപോലെ പാല്, ഇത് 3ഉം ഓരോ സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാം. ഇനി പാല് സെറ്റ് ആവാത്തവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. അത് വെച്ച് മിക്സ് ചെയ്താൽ മതി. ബാക്കി നിങ്ങൾക്ക് മിക്സ് ആവുന്നില്ല, അലോവേര ജെല്ല് പുറത്തുനിന്ന് പാക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നല്ല ജെൽ ഫോമിലായിരിക്കും ഉണ്ടാവുന്നത്. അത് മിക്സ് ആക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ 1/2 സ്പൂണോ 1 സ്പൂണോ റോസ് വാട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ലൂസ് കൺസിസ്റ്റൻസി ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് കോഫി പൗഡറും അതുപോലെ തന്നെ കുറച്ച് ബേസൻ, കടലമാവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന്, കടലമാവ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ. നന്നായിട്ട് ടൈറ്റ് ആവും. പിന്നെ കോഫി കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് ചിലർക്ക് പറ്റാതെ ഉണ്ടാവും. അതുകൊണ്ട് കോഫി അത്ര തന്നെ നിലനിർത്തിയിട്ട് കൂടുതലായിട്ട് വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ കടലമാവ് മാത്രം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അതല്ലാന്നാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. സിമ്പിളാണ്. എല്ലാം ഓരോ സ്പൂൺ വെച്ച് എടുക്കുക. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്കിപ്പോൾ പാല് യൂസ് ആക്കാനായിട്ട് പറ്റില്ല എന്നാണെങ്കിൽ, നിങ്ങൾക്ക് സൺ ടാനൊക്കെ കൂടുതലുണ്ട് എന്നാണെങ്കിലും, കുറച്ച് റിങ്കിൾസ് ഒക്കെ വരുന്ന ടൈമാണ്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള സ്കിൻ, ഒരു 40 വയസ്സിനൊക്കെ മേലിലുള്ളവരാണ്, അതിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളിതിന് പകരമായിട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാര്യം കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ തൈര് കുറേ കൂടെ സൂപ്പറായിട്ട് വർക്കാവും.
നല്ല രീതിയിൽ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സൺ ടാൻ, റിങ്കിൾസ്, അതായത് ചുളിവുകൾ, ഇതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പും സംഭവങ്ങളും ഒക്കെ തന്നെ നീക്കം ചെയ്യാനായിട്ട് തൈര് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ നല്ല രീതിയിൽ ഈ ഒരു പാക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോ സ്കിൻ ടൈപ്പുകാരും അവർക്ക് ചേരുന്ന രീതിയിൽ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതുപോലെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയൊരു നനവ്, മുഖമൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ടവൽ വെച്ചിട്ട് പാഡ് ഡ്രൈ ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഫേസിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ ചെറിയൊരു നനവുണ്ടായിരിക്കും. അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആകും. നമ്മുടെ സ്കിന്നിൽ ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒട്ടും തന്നെ സ്കിന്ന് ഡ്രൈ ആക്കില്ല. ഒരു 15 മിനിറ്റ് സുഖമായിട്ട് ഈ പാക്ക് നമുക്ക് ഫേസിൽ വെച്ചേക്കാനും പറ്റും. ഡ്രൈനെസ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൈ? ബിക്കോസ് നമുക്ക് ഡ്രൈനെസ് ഉണ്ടായാൽ നമ്മുടെ സ്കിന്നിലുള്ള ഓൾറെഡി ഉള്ള മോയ്സ്ചറൈസേഷൻ ഈ പാക്ക് വലിച്ചെടുക്കുകയും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതുണ്ടാവാതിരിക്കാനായിട്ട് എപ്പോഴും ചെറിയൊരു നനവ് ഫേസിൽ കീപ്പ് ചെയ്യുക. അതിനുശേഷം ഫേസിലൊരു നനവുള്ള സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസ് പാക്ക്. എന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ആകുന്നവരെ നിൽക്കരുത്. ഒരു സെമി ഡ്രൈ ആകുമ്പോൾ തന്നെ വാഷ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും യൂസ് ആക്കുന്നതെങ്കിലും ഒരു 15 മിനിറ്റ് വരെ ഫേസിൽ ഇങ്ങനെ തന്നെ വെച്ചേക്കാനായിട്ട് പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റോ 7 മിനിറ്റോ ഒക്കെ കഴിയുമ്പോൾ ഫേസ് ഒന്ന് ഡ്രൈ ആകുന്ന പോലെ, ഫേസ് പാക്ക് കംപ്ലീറ്റ്ലി ഡ്രൈ ആകുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിലോ കയ്യിലോ കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്തൊന്ന് തളിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് വരെ പോകും. അപ്പോൾ ടോട്ടൽ ഒരു 15 മിനിറ്റ് ആയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും നിങ്ങൾ ഫേസ് സ്ക്രബ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ സ്ക്രബ് പുറത്തുനിന്ന് വാങ്ങിയ ഫേസ് സ്ക്രബ്സൊക്കെ കിട്ടുമല്ലോ, അതെന്തെങ്കിലും യൂസ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ അരിപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, വാഷ് ചെയ്ത് കളയുക. നിറയെ വെള്ളം തളിച്ചു കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതല്ല നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന സ്ക്രബോ വീട്ടിൽ തന്നെ സ്ക്രബോ ഒന്നും ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് വെള്ളം നന്നായി തളിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട്, വിരൽ കൊണ്ട് നല്ലൊരു മസാജ് കൊടുക്കുക. ജസ്റ്റ് സർക്കുലർ മോഷനിൽ ഒരു ചെറിയ മസാജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡെഡ് സെൽസൊക്കെ പോയിട്ട് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ഓൾസോ നടക്കും. പിന്നെ ഇതിൽ നമ്മൾ ഭയങ്കര കട്ടിയുള്ള സാധനങ്ങളോ തരിതിരിപ്പ് കൂടുതലായിട്ടുള്ള ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു സ്ക്രബായിട്ട് യൂസ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ 15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൾനെസ്സോ എണ്ണമയമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനും സഹായിക്കും. പിന്നെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിലും ഒക്കെ തന്നെ മെയിനായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും പുറത്ത് പോകുമ്പോൾ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഫ്രഷ്നെസ്സും ഗ്ലോ ഒക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി വീട്ടിലിരിക്കുന്നതാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്താണോ സ്കിൻ കെയർ ചെയ്യുന്നത്, രാത്രി സമയമൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് എന്താണോ സ്കിൻ കെയർ ചെയ്യുന്നത് അത് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ആക്കുക. ഈ സംഭവങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ള ഐറ്റംസ് വേണം ചൂസ് ചെയ്യാനായിട്ട്. സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, ഡ്രൈ ആക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ വേറെ നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസർ കാരണം നമുക്ക് പിമ്പിൾസ്, ആക്നെ അങ്ങനെ യാതൊന്നും ഉണ്ടാക്കുന്നില്ല എന്നും കൂടെ ഉറപ്പ് വരുത്തുക. നമ്മളിതൊക്കെ നമ്മുടെ സ്കിൻ അടിപൊളിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ഇത് കാരണം പുതിയ പ്രോബ്ലംസ് ഉണ്ടായി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല. സോ ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു കെയർ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ട് അത് തന്നെ യൂസ് ആക്കുക. പിന്നെ ക്ലൈമറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങുക. ഒരു 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. അടിപൊളി ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ ഉടനെ കാണാം.